പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്താൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈനോക്ക് അഥവാ ഹാനോക്ക് എന്ന ആദമിൻ്റെ 7ാം തലമുറക്കാരൻ തൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ട 2 സ്വപ്ന ദർശനങ്ങളുടെ ആദ്യ ഭാഗങ്ങൾ, അതായത് 1-ാം ഭാഗം നോഹയുടെ കാലത്തെ നശീകരണവും ലോക ശുദ്ധീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളും എങ്ങനെയാണ് ആകാശവും ഭൂമിയും അവസാനം നശിക്കപ്പെടുന്നത് എന്നതിൻ്റെ കുറേ ഭാഗങ്ങൾ അടങ്ങിയതും, 2-ാം ഭാഗം മുതൽ മൃഗങ്ങളുടെ പ്രതീകാത്മികതയിലൂടെ ആദം മുതൽ ക്രിസ്തു വരെയുള്ള ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അടങ്ങിയതും. ഇത് രണ്ടും നിങ്ങൾ ഇതിനോടകം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അതാദ്യം കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ 86-ാം അധ്യായത്തെക്കുറിച്ചുള്ളതാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ അധ്യായത്തിലെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നശീകരണം എങ്ങനെയാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം നാസയുടെ ഒരു കണ്ടുപിടുത്തവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് 86-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നാസയുടെ 2025 കണ്ടുപിടുത്തത്തിൽ ഒന്നാണല്ലോ ഒരു ഭീമൻ കൊറോണൽ ഗർത്തത്തെ സൂര്യനിൽ കണ്ടെത്തിയത്. ഇത് ഈനോക്കിന്റെ അന്ത്യകാല ഭൂമിയുടെ നാശവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അവർ കണ്ടെത്തിയ ഗർത്തത്തിന്റെ വലിപ്പം അടുത്തടുത്തായി നിരന്നിരിക്കുന്ന 62 ഭൂമികൾക്ക് തുല്യം, ഏകദേശം 5 lakhs മൈൽ വീതിയിൽ. സൂര്യന്റെ കാന്തിക ക്ഷേത്രം പുറത്തേക്ക് തുറക്കുകയും അതിവേഗ സൗരവാദം പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് കൊറോണൽ ഹോൾ. അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. സൗര്യക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വീശുകയും ഉപഗ്രഹങ്ങൾ, ആശയവിനിമയങ്ങൾ, പവർ ഗ്രിഡുകൾ എന്നിവയെ ബാധിച്ചേക്കാവുന്ന കൊടുങ്കാറ്റുകൾക്ക് ഭൂലോകം എമ്പാടും കാരണമാവുകയും ചെയ്യും. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി ആണ് ഈ സംഭവം അൾട്രാ വയലറ്റ് തരംഗ ദൈർഘ്യത്തിൽ പകർത്തി സൂര്യന്റെ ഉപരിതലത്തിലുടനീളം കണ്ടെത്തിയ വിശാലമായ ഒരു ഇരുണ്ട പ്രദേശം ലോകത്തിന് വെളിപ്പെടുത്തിയത്. ഈനോക്കിന്റെ ബുക്കിലെ 83-ാം അധ്യായത്തിൽ, അതായത് എൻ്റെ വീഡിയോയുടെ 1-ാം ഭാഗത്തിൽ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അന്ത്യനാശത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്നുകൂടി ഒന്ന് കേൾക്കാം. സ്വർഗം താഴേക്ക് എറിയപ്പെടുന്നതും അത് ഭൂമിയിൽ പതിച്ചപ്പോൾ എങ്ങനെയാണ് ഭൂമി ഒരു അഗാധ ഗർത്തത്തിലേക്ക് താന്നു പോകുന്നതെന്നും, പർവ്വതങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതും, കുന്നുകൾ ഒന്നിനു മുകളിൽ ഒന്നായി താഴേക്ക് താണു പോകുന്നതും, ഉയരമുള്ള മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ട് അഗാധത്തിലേക്ക് താന്നു പോകുന്നതും ഞാൻ കണ്ടു. നാസയുടെ സൂര്യനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ റിപ്പോർട്ടും ഈനോക്കിന്റെ ഈ ദർശനവുമായി പ്രതീകാത്മകമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആകാശത്തിന്റെ ഭൂമിയിലേക്കുള്ള പതനവും അതിൻ്റെ നാശവും. കാന്തിക ക്ഷേത്രം പുറത്തേക്ക് തുറക്കുന്നു എന്ന നാസയുടെ വെളിപ്പെടുത്തൽ ഇതിനു മുന്നോടിയോ? രണ്ടാമതായി, ആകാശത്തിന്റെ താഴേക്കുള്ള വീഴ്ചയും തൽഫലമായി ഭൂമിയുടെ അഗാധത്തിലേക്കുള്ള ഊളിയിടലും. ഇപ്പോഴുണ്ടായ സൂര്യനിലെ ഗർത്തത്തിന്റെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഗർത്തം തന്നെയോ ഇപ്പോൾ സൂര്യനിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മൂന്നാമതായി, ഈനോക്ക് പർവ്വതങ്ങളെക്കുറിച്ചും കുന്നുകളെക്കുറിച്ചും വലിയ മരങ്ങളെക്കുറിച്ചും കണ്ട ദർശനം. സൂര്യനിൽ സംഭവിച്ച ഈ പ്രതിഭാസത്താൽ സൗരവാദം ബഹിരാകാശത്തേക്ക് പ്രവഹിക്കുകയും കൊടുങ്കാറ്റായി രൂപപ്പെട്ടത് ഭൂമിയിലെ സിസ്റ്റങ്ങളെ ഒക്കെ ബാധിക്കുകയും ചെയ്യുമെന്ന നാസയുടെ വെളിപ്പെടുത്തലുമായി ഇത് യോജിക്കുന്നുവോ?
നാലാമതായി മെതുസലാമിന് താൻ കണ്ട സ്വപ്ന ദർശനത്തിലൂടെ കൊടുക്കുന്ന ഈ മുന്നറിയിപ്പ് മനുഷ്യരാശിക്ക് മുഴുവനായുള്ള ഒരു ശാസ്ത്രീയ മുന്നറിയിപ്പല്ലേ? അധർമ്മം പെരുകിയതിനാൽ മാനസാന്തരത്തിന് വേണ്ടിയുള്ള വിധി നടപ്പാക്കലാണോ ഇപ്പോൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രകൃതിക്ഷോഭങ്ങൾ? അഞ്ചാമതായി മനുഷ്യരാശിക്കുള്ള ശാസ്ത്രീയ മുന്നറിയിപ്പ് ഒരു പരിവർത്തനത്തിന്റെ ആവശ്യതയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ? അത് തന്നെയല്ലേ വീണ്ടും നാസയിൽ കൂടി മാനവരാശിക്ക് ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്? ഈ സമാന്തരങ്ങൾ ഈനോക്ക് കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് നാസയുടെ കണ്ടെത്തൽ എന്ന് സ്ഥാപിക്കുവാനുള്ള കാര്യകാരണ ബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല എന്ന് തോന്നിയാലും അവ പക്ഷെ നമ്മുടെ ആത്മീയ ചിന്തയെ ക്ഷണിക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ പലപ്പോഴും ആകാശ അടയാള മുന്നറിയിപ്പുകളോ പരിവർത്തനങ്ങളോ ആയി വിവരിക്കുന്നു. എനിക്ക് ശാസ്ത്രീയമായി ജ്ഞാനം വളരെ കുറവാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പണ്ടെങ്ങോ വായിച്ച ഇത് വരികയാണ് ഉണ്ടായത്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്തിലെ ആകാശം ഇടിഞ്ഞു വീണുണ്ടാകുന്ന ആഘാതത്തിലേക്കുള്ള ഭൂമിയുടെ ആണ്ടുപോകലും സൂര്യനിൽ ഭൂമിയുടെ 62 മടങ്ങ് വലിപ്പമുള്ള ഒരു ഗർത്തമുണ്ടായിരിക്കുന്നു എന്ന നാസയുടെ കണ്ടുപിടുത്തവും തമ്മിൽ ബന്ധമുണ്ടോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായം 86. അതിനുശേഷം ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. എൻ്റെ മകനെ, അതൊക്കെയും ഞാൻ നിന്നോട് പറയാം. 2. ഇതിനു ശേഷം ഞാൻ കണ്ട എല്ലാ വലിയ കറുത്ത കാളകളും അവയുടെ തൊഴുത്തുകളെയും മേച്ചിൽപ്പുറങ്ങളെയും പശുക്കിടാങ്ങളെയും മാറ്റിയിട്ടവർ ഒന്നിനു പുറകെ ഒന്നായി പശുക്കിടാക്കളുടെ മേൽ കയറുവാൻ തുടങ്ങി. ഇവിടെ നമുക്ക് വെള്ളക്കാളകളിൽ നിന്നും, അതായത് സേത്തിന്റെ വംശാവലിയിൽ നിന്നും കയീന്റെ വംശാവലിയുടെ ആധിപത്യത്തിലേക്കുള്ള ഒരു നാടകീയമായ മാറ്റം കാണാം. അതായത് സേത്ത് മുതൽ ഈനോക്ക് വരെയുള്ള നീതിമാന്മാരുടെ യുഗത്തിൽ നിന്നും ഒരു വ്യതിചലനം, അനീതിയിലേക്കുള്ള വീണ്ടും ഒരു ഉദയത്തിലേക്കുള്ള മാറ്റം. 85-ാം അധ്യായത്തിന്റെ അവസാനം നാം കണ്ട ആത്മീക പുനർജീവനത്തിന്റെയും നീതിയുടെയും ശക്തിയിൽ നിന്നും വീണ്ടും അധർമ്മത്തിന്റെയും അനീതിയിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്കും അവരുടെ ആധിപത്യവുമാണ് നമുക്ക് 86-ാം അധ്യായത്തിന്റെ 2-ൽ കാണാൻ കഴിയുന്നത്. വലിയ കറുത്ത കാളകൾ എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ പാർപ്പിടങ്ങളും പശുക്കുട്ടികളെയും മാറ്റി പശുക്കുട്ടികളുടെ മേൽ കയറുവാൻ തുടങ്ങി എന്ന് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുക. ഇവിടെ അവർ മാറ്റിയെടുത്ത പശുക്കുട്ടികൾ സേത്തിന്റെ തലമുറകളായ വെള്ള പശുക്കുട്ടികളാണ്. അതിൽ ഒന്നിനു പുറകെ ഒന്നായി പശുക്കുട്ടികളുടെ മേൽ കയറി എന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നു. അധാർമിക വ്യാപനത്തിന്റെ സംഘടിതമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്നത് സ്പഷ്ടമാക്കുന്നില്ലേ? ഇത് ബൈബിളിലെ വംശപരമ്പരകളുടെ ചരിത്രവുമായി യോജിക്കുന്നത് നമുക്ക് കാണാം. 86:3. പിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പല നക്ഷത്രങ്ങളും അവർ എങ്ങനെയാണ് ഭൂമിയിലെത്തിയത് എന്ന് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്നും ആ കുന്നുകളിലേക്ക് അവർ എറിയപ്പെടുകയായിരുന്നു. അവർ അവരുടെ കൂടെ മേഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരോടൊപ്പം മേയാൻ പോയി എന്നതിൽ നിന്ന് നക്ഷത്രങ്ങൾ പോയത് ആ കുന്നിൽ മേഞ്ഞുകൊണ്ടിരുന്ന കാളുകളുടെയും പശുക്കളുടെയും അടുക്കലേക്കാണ് എന്ന് ഇതിൽ പറയുന്നില്ല എങ്കിലും സ്പഷ്ടമാകുന്നു. 86:4. അവരെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് അവയെല്ലാം കുതിരകളെ പോലുള്ള അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പുറത്തിറക്കി കാളകളുടെ പശുക്കളുടെ മേൽ കയറുന്നതാണ്. ആ പശുക്കളെല്ലാം ഗർഭിണികളായി ആനകളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും പ്രസവിക്കുന്നതാണ് ഞാൻ പിന്നീട് കണ്ടത്.
ഇവിടെ വീണുപോയ നക്ഷത്രങ്ങൾ പലപ്പോഴും മാലാഖമാരുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. പശുക്കളുമായി അസ്വാഭാവികമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. അതിൻ്റെ ഫലമായി സങ്കര സന്തതികൾ ഉണ്ടാകുന്നു. ദൈവീക ക്രമത്തിൽ നിന്ന് ഒരു വ്യതിചലനം. 86:5 എല്ലാ കാളകളും അവരെ ഭയപ്പെട്ട് സംഭ്രാന്തരായി. അവർ പല്ലുകൊണ്ട് കടിച്ചും കൊമ്പുകൊണ്ട് കുത്തിയും വിനാശത്തിലേക്ക് കടന്നു. അതിനാൽ ആ നക്ഷത്രങ്ങൾ അവരെ വിഴുങ്ങുവാൻ തുടങ്ങി. അത് കണ്ട് മനുഷ്യപുത്രന്മാർ ഭയന്നു വിറച്ചു. അവർ ഇവിടെ പല്ലുകൊണ്ട് കടിച്ചും കൊമ്പുകൊണ്ട് കുത്തിയും വിനാശത്തിലേക്ക് കടന്നത് ആരാണ്? നക്ഷത്രങ്ങളോ അതോ കാളകളോ? വിദഗ്ധർ എല്ലാം പറയുന്നത് നക്ഷത്രങ്ങളാണെന്നാണ്. എന്നാൽ എനിക്കതിനോട് യോജിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കതിനോട് യോജിക്കുവാൻ കഴിയാത്തതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആരോട് യോജിക്കുന്നു എന്നറിയുവാൻ ആഗ്രഹമുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമതായി വ്യാകരണപരമായ വ്യക്തത. യഥാർത്ഥ വാക്യത്തിൽ അവർ ഈ സർവനാമം ഏറ്റവും സ്വാഭാവികമായി ഏറ്റവും അടുത്തുള്ള പുറകിലത്തെ ബഹുവചന നാമത്തെ സൂചിപ്പിക്കുന്നു. അത് കാളകളാണ്. ഇവിടെ വർദ്ധിച്ചു വരുന്ന അക്രമത്തിന്റെ ഒരു നിമിഷം നമുക്ക് കാണാം. രണ്ടാമതായി കാളകൾ ഭയന്ന് വിറയ്ക്കുന്നതോടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. ഈ വൈകാരിക അവസ്ഥ നിഷ്ക്രിയത്വത്തിന്റെ അല്ല, പ്രതികരണത്തിനാണ് വേദിയൊരുക്കുന്നത്. ഭയം പ്രതിരോധാത്മക ആക്രമണത്തിലേക്ക് നയിക്കുന്നത് സ്വാഭാവികമാണ്. ഭയത്താൽ വിറച്ച കാളകൾ പ്രതികരിക്കുന്നു, പല്ലും കൊമ്പും ഉപയോഗിച്ച്. ഈ പ്രതികരണം മൃഗങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും കാണപ്പെടുന്നു. നീതിമാന്മാരും സാധാരണ ശാന്തരായവരിൽ പോലും ചിലർ പ്രകോപിതരാകുമ്പോൾ ദൈവിക ക്രമം ലംഘിച്ച് പ്രതികാരത്തിലേക്ക് വഴിമാറുന്നുണ്ട്. മൂന്നാമതായി ആ നക്ഷത്രങ്ങൾ മാത്രമാണ് ആക്രമണകാരികൾ എങ്കിൽ ഹാനോക്കിന്റെ ദർശനം ഏകപക്ഷീയമായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം കാളകൾക്കിടയിൽ ഒരു ധാർമ്മിക തകർച്ചയെ വെളിപ്പെടുത്തുന്നു. അവരുടെ പ്രതികരണം വേദനാജനകവും ദാരുണവുമായ ഒരു വീഴ്ചയെ അടയാളപ്പെടുത്തുന്നു. ഒരു കാലത്ത് നീതിമാന്മാരായിരുന്നവരുടെ ഇടയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ആക്രമണം പോലെ. നാലാമതായി ഹാനോക്കിന്റെ മൃഗങ്ങളുടെ അപ്പോക്കലിപ്സിൽ നക്ഷത്രങ്ങൾ സ്വർഗീയ ജീവികളെ പ്രതിനിധീകരിക്കുന്നു. നക്ഷത്രങ്ങൾ അവർ സാധാരണയായി ആദ്യം ശാരീരിക ആക്രമണത്തിലൂടെ അല്ല, മറിച്ച് വശീകരണം, തെറ്റായ പഠിപ്പിക്കൽ, ലംഘനം എന്നിവയിലൂടെയാണ് മനുഷ്യനെ ദൂഷിപ്പിക്കുന്നത്. മറുവശത്ത് കാളകൾ ഭൗമിക ജീവികളാണ്. പ്രതിരോധ പ്രതികരണവുമായി കടിക്കുക, കുത്തുക തുടങ്ങിയ ശാരീരിക പ്രവൃത്തികളിലാണ് അവർ ഏർപ്പെടുന്നത്. ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. തിന്മ അത് നമ്മെ പ്രകോപിപ്പിച്ചേക്കാം, പക്ഷേ നീതി അതേ രീതിയിൽ നാം പ്രതികാരം ചെയ്യരുത് എന്നതാണ് ബൈബിളും നമ്മെ പഠിപ്പിക്കുന്നത്. കാളകളുടെ പ്രതികരണം അത് സംയമനത്തിന്റെ പരാജയമാണ്. ആ പരാജയമാണ് ഭൂമിയെ വിറപ്പിക്കാൻ കാരണമായത്. നീതിമാന്മാരെ അഴിമതിക്കാരിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തവരായി മാറാതിരിക്കുവാൻ പ്രകോപനത്തിനിടയിലും സമാധാനം സംരക്ഷിക്കണമെന്ന് ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നു. കാളകളെ 86:5 വിഷയമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു. കാരണം അത് ദർശനത്തിന്റെ ധാർമ്മിക പിരിമുറുക്കത്തെ സംരക്ഷിക്കുന്നു. അത് ബാഹ്യ അഴിമതിയെ മാത്രമല്ല, ആന്തരിക തകർച്ചയെയും വെളിപ്പെടുത്തുന്നു. ആക്രമണം നേരിടുമ്പോൾ ഭയം ഭൂമിയിലുടനീളം ചവിട്ടിമെതിക്കപ്പെടാൻ കാരണമാകുമെന്ന് ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു.
അത് നമ്മെ ഉയർന്ന ഒരു പാതയിലേക്ക് വിളിക്കുന്നു. സംയമനം, വ്യക്തത, ആത്മീയ സഹിഷ്ണുത എന്നിവയുടെ പാത. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഞാനൊരു ബൈബിൾ സ്കോളറൊന്നുമല്ല. ദൈവം എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു എന്ന് മാത്രം. എൻ്റെ വായിൽ കൂടി ദൈവവചനം ദുഷിക്കപ്പെടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അതിനാൽ തെറ്റെന്ന് തോന്നിയാൽ ചൂണ്ടിക്കാണിക്കണം. ഈ ദർശനത്തിൽ പറയുന്ന മാലാഖമാർ ആരാണ്? ഭൂമിയിലെ സ്ത്രീകളെ കണ്ട് മോഹിച്ച് സ്വർഗത്തിൽ നിന്നും സ്വയം ഇറങ്ങി വന്ന വാച്ചേഴ്സോ? ഇതിലെ മാലാഖമാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എറിയപ്പെട്ടവരാണ്. ഇത് അവരുടെ വ്യക്തിത്വത്തെയും പങ്കിനെയും കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചോദ്യമുയർത്തുന്നു. നമുക്കത് അടുത്തതിൽ പരിശോധിക്കാം.